കഴിഞ്ഞ 7 എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ചത് ഭാഷാപരമായ ബുദ്ധി അഥവാ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി അഥവാ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ദൃശ്യപരവും സ്ഥലപരവുമായ ബുദ്ധി അഥവാ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ചലനപരവും ശാരീരികവുമായ ബുദ്ധി അഥവാ ബോഡി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, ഇന്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ വ്യക്തിയാന്തര ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ ആന്തരിക വൈയക്തിക ബുദ്ധി. എട്ടാമതായി നാം പരിശോധിക്കുന്നത് പ്രകൃതി ചിന്താപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ്. കുട്ടിക്ക് പലപ്പോഴും പ്രകൃതിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താല്പര്യമുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കാറുണ്ടോ? പ്രത്യേകിച്ച് കുട്ടികൾ മണ്ണിൽ കളിക്കുക അതിനിഷ്ടപ്പെടുന്നുണ്ടോ? മരങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പക്ഷികളെയും അതുപോലെ തന്നെ പെറ്റ് ആനിമൽസ് മൃഗങ്ങളോട് താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പലപ്പോഴും നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടിയ കുട്ടികളിലാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ പേരൻസ് പറയുന്നത് അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതെല്ലാം വിട്ടുകളയുക എന്നവരോട് പറയും. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നൊരു പ്രചോദനമായിരിക്കും പൊതുവിൽ കുട്ടികൾക്ക് നൽകുക. ഇതെല്ലാം ടൈം വേസ്റ്റാണ് എന്ന നിലയിലാണ് രക്ഷകർത്താക്കൾ കാണുന്നത്. പക്ഷേ ഹോവാർഡ് ഗാർഡനർ പറയുന്നത് ഇതൊരു ഇൻ്റലിജൻസ് ആണ് എന്നാണ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. പ്രകൃതിയിലെ പാറ്റേൺസ്, പ്ലാന്റ്സ്, ആനിമൽസ് എന്നിവയെ മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനുമുള്ള കഴിവാണ് ഇത് കാണിക്കുന്നത്. ഇത്തരം ഇൻ്റലിജൻസ് സ്ട്രോങ് ആയ കുട്ടികൾ പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിൽ താല്പര്യം കാണിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളെ കെയർ ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കും. അതുപോലെ തന്നെ പുറത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ അവർ ഇഷ്ടപ്പെടും. ഇത്തരം കുട്ടികളെ നാം വിളിക്കുന്നത് നാച്ചുറൽ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ എന്നാണ്. മിക്ക പേരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, നാച്ചുറൽ ഇൻട്രസ്റ്റ് ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് ഫ്യൂച്ചർ ഇല്ല എന്ന നിഗമനത്തിലാണ് പലപ്പോഴും രക്ഷിതാക്കൾ എത്തുക. യഥാർത്ഥത്തിൽ റിയാലിറ്റി എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒബ്സർവേഷൻ സ്കില്ല് എല്ലാ ലേണിങ്ങിൻ്റെയും ബേസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് സയൻസ്, റിസർച്ച്, ഇന്നൊവേഷനായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നത് ഒബ്സർവേഷനിൽ നിന്നാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നിരീക്ഷണങ്ങൾക്ക് വിധേയമാണ്. ആ നിരീക്ഷണങ്ങൾക്ക് നാം വിധേയമാകുമ്പോൾ തന്നെ നമുക്കതിനെ പ്രകൃതിയെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് പേരൻസായ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലൂടെ കുട്ടികളുടെ നിരീക്ഷണ പാഠവും വളർന്നു വരുമ്പോൾ ശാസ്ത്രീയമായ നിഗമനങ്ങളിലെത്താനും അതുപോലെ തന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും, പ്രകൃതിയിലെ പല കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുമുള്ള സ്കില്ല് കുട്ടികളിൽ വളർന്നു വരും.